സൂക്ഷിച്ചേട്ടനെ ചേച്ചി. ഇതും കൂടെ ഞാൻ ഉണ്ടാക്കി തരത്തുള്ളൂ. പിന്നെ നിങ്ങൾ തന്നെ ഉണ്ടായിക്കോണം. മാതാവേ, ഹലോ. ഹലോ, ഞാനാ ടോണി. ഞാൻ വാച്ച് നോക്കി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായിന്ന് അറിയാവോ? എന്നാ പറ്റി? ഇന്ന് 5 മിനിറ്റ് ലേറ്റ് ആയല്ലോ. ലൈൻ ഇപ്പഴാ കിട്ടിയത്. സമയോ? ഇവിടെ ഈവനിങ് 5:35. പിന്നെ എന്തൊക്കെയാ മോളെ വിശേഷങ്ങള്? അത് ലണ്ടനിലെ വിശേഷങ്ങളൊക്കെ പറ കേക്കട്ടെ. ഹലോ, കേട്ടൂടാ? എന്നതാ നിന്റെ ചെവിക്ക് എന്നാ പറ്റി? ഹലോ, ആരെ വേണ്ടത്? മംഗലാപുരത്തിന്റെ ഗസ്റ്റ് പറഞ്ഞേ. ഇച്ചായനായെന്ന് ഞാൻ തരാം, നോക്കട്ടെ. ഹലോ. ഓ, അടുത്ത് ഇച്ചായമാരെ നിപ്പുണ്ടല്ലേ? എന്നതാ? എങ്കിൽ ഇങ്ങോട്ടൊന്നും പറയണ്ട, നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്നതാ? മംഗലാപുരം? ഏതായാലും അഡ്വാൻസ് ആയിരിക്കട്ടെ. മംഗലാപുരത്ത് നിന്ന് ആരാ ചായ? ഒരു മഹേഷ് ഭായിയാ. കച്ചവടം ഉറപ്പിച്ചതിന് DD അയക്കാന്നാണല്ലോ പറഞ്ഞത്. അവൻ എന്നാ അഡ്വാൻസ് ഇങ്ങനെ തന്നെ? എങ്ങനെ? അല്ല, അവൻ ആളത്ര ശരിയല്ല. ഇനി അതിലെടു. ഒന്ന് വേഗം കഴിഞ്ഞു. കേറല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? ഇരുട്ടുന്നതിന് മുമ്പേ ചുരം താണ്ടണം. ആന ഇറങ്ങണ സ്ഥലമാ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വാവിട്ട് കരഞ്ഞ പിടിച്ച് ആനക്കെടുത്ത് ഇട്ട് കൊടുത്തേച്ച് ബോർഡർ കട്ട് ചെയ്ത് ഞാൻ NHയിലോട്ട് അങ്ങോട്ട് വെച്ചേരാ. ഒന്ന് വേഗം ആട്ടടോ. കുട്ടപ്പായേ, ലോഡ് കയറ്റി കഴിഞ്ഞോടാ? കഴിഞ്ഞു. അല്ല, ഇത്രയും ലോങ് ട്രിപ്പ് അനിയനെ തന്നെ പറഞ്ഞയക്കണോ? ഇതൊരു 4 ദിവസം ഓട്ടോ അല്ലേ ഉള്ളൂ. ആന്ധ്രയിൽ പോയിട്ട് വരുന്നത് ഏതാണ്ട് സ്കൂൾ പിള്ളേർ ടൂറിന് പോകുന്ന ഫീലിങ്സ്. പിന്നെ എനിക്ക് ആകെ ഒരു സമാധാനമേ ഉള്ളൂ, ചരക്ക് എത്തേണ്ട അടുത്ത് എന്നാ പ്രശ്നം ഉണ്ടായാലും ഇവർ എത്തിച്ചോളൂ. 2 കണ്ടീഷൻസ്. പോകുന്ന വഴിക്ക് തല്ലുണ്ടാക്കി സ്റ്റേഷനിൽ കയറിയാൽ ഞാൻ ഇറക്കിക്കോണം. പിന്നെ പുതിയ ലോറിയുടെ ചേസിസ് വന്ന 4 ദിവസം അവൻ ഓടിച്ചിട്ടേ എനിക്ക് ബോഡി എത്താൻ പറ്റത്തുള്ളൂ. ചുമ്മാ അല്ല, കുട്ടപ്പായ്ക്ക് ചേസ് ഇരട്ടപ്പേര് വീണത്. ചുമ്മാരി കൂട്ടുകാരങ്ങനെ ഒരു കുഞ്ഞാര പേര് വിളിക്കുന്നു കരുതി നമ്മുടെ വായിൽ നിന്നെങ്ങാനത് വീണാലേ പിന്നെ അത് മതി ചവപ്പട്ടിക്ക് ആണി അടിക്കാൻ. ഞങ്ങൾ റെഡി. അല്ല, ക്ലീറ്റസ് വരുന്നില്ലെന്ന് പറഞ്ഞത് ഉറച്ച തീരുമാനമാണോ? ഉറച്ച തീരുമാനമാണ്. അപ്പൊ പിന്നെ എന്നാ ചെയ്യാനാടാ? എടുത്ത് തട്ടടാ അവനകത്ത്. കുട്ടപ്പായേ, ഇതെന്നാന്ന് കേട്ടോ? അല്ല, ആന്ധ്ര ചെക്ക് പോസ്റ്റ് എന്തെങ്കിലും കുഴപ്പമുണ്ടായാ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. റാവുജിക്ക് നല്ല പിടിപാടാ. ഇതിനുള്ള നമ്പറൊക്കെ തൽക്കാലം കുട്ടപ്പായുടെ കയ്യിലുണ്ട് സഹോദര. നിങ്ങൾ ടെൻഷൻ അടിക്കാതെ വേട്ട സൂക്ഷിച്ചു പോയച്ചു പറഞ്ഞേ. കുട്ടപ്പയ്യ ഞാൻ പറഞ്ഞോ? ഒറ്റ കീഴ് അങ്ങോട്ട് നീങ്ങിയില്ലടാ. ഇതൊന്ന് നോക്കിയേടി. എന്നതാ പിള്ളച്ചേട്ടാ, വീട്ടു ചെലവിൽ 15,000 രൂപയുടെ കള്ളിന്റെ കണക്ക്? ഈ മാസം 3 ഞായറാഴ്ചയും കൂടി മൊത്തം പൊട്ടിച്ചത് 20 കുപ്പി സ്കോച്ച് അല്ലായിരുന്നോ? ഓ, ഈ മാസം 20 കുപ്പി പൊട്ടിയായിരുന്നോ? ഇന്നലെ തന്നെ അപ്പനും മക്കളും കൊടുന്ന് ചുണ്ട് നനച്ചു വന്നപ്പോ 5 കുപ്പിയാ തീർന്നെ. പിന്നെ നമ്മുടെ ബ്രാൻഡി കടയിൽ നിന്ന് എടുപ്പിച്ച നാടൻ സാധനം വേറെയും. 6 എണ്ണം കഴിഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പനും മക്കളും കൂടെ തന്നെ കള്ളുകൂടിയാ, ഇത്തിരി കൂടുന്നുണ്ട്. എടി പെണ്ണേ, ഞായറാഴ്ച മാത്രല്ലേ ഉള്ളൂ. നീ പിണങ്ങാതെ, നിന്റെ ആമ്പറന്നോടൊരു ചകലെ കുടിക്കത്തുള്ളൂ. നമ്മുടെ സ്കൂളിലെ ഹെഡ് മാഷ് വരുന്നുണ്ട്. ഞാൻ ചായ എടുക്കാം. നമസ്കാരം. നമസ്കാരം. തന്റെ ഇളയ മകളെ പ്രസവത്തിന് കൊണ്ടുവന്നോടോ? അടുത്ത മാസാ. താനിരിക്കേ. ഇരിക്കുന്നില്ല, ഇത്തിരി ധൃതിയുണ്ട്. നാളെയാ പുതിയ നിയമനത്തിന്റെ ഇന്റർവ്യൂ വെച്ചിരിക്കുന്നേ. അതൊന്ന് ഓർമ്മപ്പെടുത്താൻ കയറിയതേ ഉള്ളൂ. ബോർഡ് മെമ്പർമാരെ എല്ലാം അറിയിച്ചിട്ടില്ലേടോ? കുട്ടപ്പായ സ്ഥലത്തില്ലല്ലോ, ബാക്കി എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. അപ്പോ നാളെ 10 മണി. ഉഷാകുമാരി, ഉഷാകുമാരി. പോയിക്കോളൂ. ചെന്നോളൂ. സാർ, എന്റെ പേര് വിളിച്ചില്ല. എല്ലാവരും വിളിക്കും, ഓരോന്ന് കഴിയട്ടെ.
കാശ് മേടിച്ചിട്ടുള്ള നിയമനമൊന്നും അല്ലല്ലോ. ശരിക്കും ഇന്റർവ്യൂ ചെയ്തിട്ടേ ഇവിടെ എടുക്കത്തുള്ളൂ. അകത്തിരിക്കുന്നതേ നല്ല അറിവും വിവരമുള്ളവരാ. ആ കുട്ടി കൊച്ചിയിലെ മീൻചന്തയിൽ നിന്നും പ്രധാനമായും ലഭിക്കുന്ന മത്സ്യം ഏതാണ്? ഞാനൊരു കുളു തരാം. പച്ചക്കണ്ണ സ്രാവ്, തെരണ്ടി, തിലോപ്പിയ, കണവ. മാതച്ച, നീ കാര്യം മാത്രം ഇവിടെ മിണ്ടിപ്പോരുത്. എങ്കിൽ വേറെണ്ണം ചോദിക്കാം. ഒരു ഐസ് ബ്ലോക്ക് തല്ലി പൊട്ടിച്ചാൽ എത്ര കൊട്ട മത്തി കേടുകൂടാതെ സൂക്ഷിക്കാം? എങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും ചോദിക്കും. ആ, സിന്ധു നദീതട സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയില്ല. കുട്ടി പോയിക്കോളൂ. ഇതുപോലും അറിഞ്ഞുകൂടാ ഇവളുമാര് എന്നാ പഠിപ്പിക്കാനാ? എന്നാ നീ ഒന്ന് പറയേ, എന്താ ഈ സിന്ധു നദീതര സംസ്കാരം? അത് സിന്ധു എന്ന് പറഞ്ഞ ഒരു പെങ്കൊച്ച് നദി കുളിക്കാൻ ഇറങ്ങിയപ്പോൾ സംസ്കാരമില്ലാത്ത ആരോ തടഞ്ഞെന്നോ തല്ല എന്നോ. അടുത്ത ആളെ വിളിക്കുന്നേ. മിണ്ടാതെ അവിടെ ഇരുന്നോണം. ചോദ്യങ്ങൾ ഇവിടെ വിവരമുള്ളവർ ചോദിച്ചോളും. ഹല നീ മാത്തച്ഛൻ കൊമ്പസ്രാവ് എവിടെടാ? കൊണ്ടുവാ, ഒരു ദിവസം ഞാനതെടുത്ത് വെള്ളത്തിലിടും. ജയ, മാർക്കറ്റിൽ പെരുമാറുന്ന പോലെ ഇവിടെ പെരുമാറരുത്. യു ആർ വൺ ഓഫ് ദി ഡയറക്ടേഴ്സ്. തറവാട്ടുകാർക്ക് ചേരാത്തൊരു വേഷവും അവന്റെ ഒരു സംസാരവും. റബേക്ക, റബേക്ക. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഇരിക്കൂ. ഏതുവരെ പഠിച്ചു? MA B.Ed. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ന്യൂനതകളുണ്ട് എന്ന അഭിപ്രായമുണ്ടോ? പാഠ്യഭാരം കൂടുതലാണ്. സത്യത്തിൽ തുമ്പികളെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നു. കുട്ടികളല്ലേ, ചിലപ്പോ തുമ്പികളെ പിടിച്ചെന്നോ കല്ലെടുപ്പിച്ചെന്നോ എന്നൊക്കെ വരും. അതൊക്കെ ഇത്ര കാര്യമാക്കാനുണ്ടോ കുട്ടി? ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? CV രാമൻ. ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ആറ്റം എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ്? ഗ്രീക്ക്. ക്രിസ്തു സാധാരണ ജനങ്ങളോട് സംസാരിച്ചിരുന്ന ഭാഷ? അരാമിയ. അതൊരു മീന്റെ പേരല്ലയോ? വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ എന്നതാ ഉദ്ദേശിക്കുന്നേ? സാംസ്കാരികമായി ചിന്തിക്കുക, പ്രവർത്തിക്കുക, സംസാരിക്കുക, ജീവിക്കുക. അതെന്റെ മുഖത്തോക്കി പറയുന്ന എന്നാത്തിനാ? ഉത്തരം മുട്ടിച്ചോണ്ടാന്നോ? എന്നാ ഒരെണ്ണം കൂടി ചോദിക്കാം. ഒരു പൂച്ചയുടെ മുമ്പിൽ ഒരു കഷ്ണം ഉണക്കമീനും ഒരു കഷ്ണം പച്ചമീനും വെക്കുന്നു. പൂച്ച ആദ്യം ഏത് മീൻ തിന്നും? ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല. ക്ഷമിക്കണം സർ, ഈ ജോലി എനിക്ക് വേണമെന്നില്ല. പെങ്കൊച്ചേ, യു ആർ അപ്പോയിന്റഡ്. ജാസ്മിൻ, ലില്ലി, റോസ്. തെറ്റിക്കാതെ എഴുതു മോനെ. മോൻ പറഞ്ഞേ. ലോട്ടസ്. പറഞ്ഞിട്ട് പടം നോക്കിയിരിക്കുന്നോടാ. ഇതാണ്ടോളമ്മേ, മൊട്ടേന്ന് വരുന്നിട്ടില്ല. ഹിന്ദി പുസ്തകത്തിനകത്ത് മനീഷ കൊയ്രാളാ. റാണി, എന്നാത്തിനാടി നീ അവനെ വെറുതെ കരയിപ്പിക്കുന്നേ? പഠിക്കാനിരുന്നിട്ടേ അവൻ താണ്ട ഇതും നോക്കിയിരിക്കുവാ. ഓ, ഇതാണോ കാര്യം? പഠിക്കാൻ നേരത്തെ പഠിക്കണ്ടേ? ഇല്ലെങ്കിൽ നിന്റെ പപ്പയുടെ പോലെ മീൻ കച്ചവടം മതിയോ നിനക്കും? നിനക്ക് എവിടെ നടാ കിട്ടിയത്? പപ്പയുടെ പോക്കറ്റിൽ എന്നതാടാ പോക്കറ്റിൽ നിന്ന് എടുത്തെന്ന് പറഞ്ഞേ? കാശാന്നോ? അല്ല, ദേ ഇതാ. കുഞ്ഞ് കാണണ്ട. എന്നാ ചേച്ചി? പോക്കോ പോക്കോ, ഒന്നുമില്ലെന്നേ. ഈ മീനച്ചാന്റെ പോക്കറ്റിലെ മേരിയളമ്മയ്ക്ക് പകരം മനീഷ കൊയ്രാളാ. നാണല്ലോ മനുഷ്യ നിങ്ങക്ക്. അതെ, ചന്തയിലെ പിള്ളേർ പറ്റിച്ച പണിയാ. സീഫുഡേ, ഫോട്ടോ വേണ്ടായോ? അയ്യടാ, കുടുംബകലം ഉണ്ടാക്കിയല്ലോ നീ. തകർത്തു.